ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല ടേസ്റ്റുള്ള ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു ഒഴിച്ചുകറി. അതിലേക്ക് ഞാൻ ഒരു ചൊരക്കയുടെ പകുതിയാണ് എടുത്തു വെച്ചേക്കണത്. പിന്നെ ഒരു മുരിങ്ങക്കായ ഒരു മുഴുവല്ല ഒരു പകുതി കഷ്ണമാണ് എടുത്തു വെച്ചേക്കണത്. പിന്നെ 1/2 കപ്പ് സാമ്പാർ പരിപ്പ്, 2 തക്കാളി, ഒരു 4 ചക്കക്കുരു. ഞാനിവിടെ പരിപ്പൊക്കെ കഴുകി കൊണ്ടുവന്നത് കുക്കറിലേക്ക് ഇട്ടു കേട്ടോ. ഇനി നമുക്ക് പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു 1.25 കപ്പ് വേണ്ടി വന്നു. വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് 2 വിസിൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പരിപ്പ് വേവാൻ വെച്ചു. അപ്പോഴേക്കും കഷ്ണമൊക്കെ തയ്യാറാക്കി വെക്കുകയാണ്. അതിലേക്ക് ചക്കക്കുരു നെടുകെ കീറിയിട്ട് ഇങ്ങനെ തോല് ഉരിഞ്ഞ് കളഞ്ഞാൽ മതി കേട്ടോ. നല്ല എളുപ്പമാണ് ചക്കക്കുരു നന്നാക്കാൻ. അപ്പോൾ കഷ്ണമൊക്കെ നുറുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വെന്തോ നോക്കാം. അപ്പോൾ കുക്കർ തുറന്ന് നോക്കാം. വിസിലൊക്കെ വന്നു കഴിഞ്ഞു. പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് ഇളക്കി ചേർക്കേണ്ടതൊന്നും കാര്യമില്ല കേട്ടോ. അപ്പോൾ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ആദ്യം ചൊരക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. ചൊരക്കയും ചക്കക്കുരും കൂടി ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി നന്നാക്കിയത് കീറി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതും വേവാൻ വെക്കാം. ഇതെല്ലാം കൂടി നമുക്കൊരു വിസിൽ കൊടുക്കാം. അതാണ് നല്ലത്. ഞാൻ ഇതിൽ തക്കാളിയും മുരിങ്ങക്കായും ചേർക്കണില്ല. അപ്പോൾ മുരിങ്ങക്കായ ചേർത്ത് വിസിൽ കൊടുത്തു കഴിഞ്ഞാൽ വല്ലാണ്ട് വെന്തു പോകും. അത് കാരണം ഈ കഷ്ണങ്ങളാണ് വിസിൽ കൊടുത്തത്. അപ്പോൾ വിസിലൊക്കെ വന്നു. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോൾ ചുരക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചക്കക്കുരുവൊക്കെ അതിലേക്ക് നമ്മൾ തക്കാളിയും മുരിങ്ങക്കായും മുറിച്ചതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായും തക്കാളിക്കും വിസിൽ കൊടുക്കാണ്ട് നമുക്ക് വെറുതെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ. സ്റ്റൗ മീഡിയത്തിലേക്ക് വെച്ചിട്ട് ഞാൻ ഇവിടെ മുരിങ്ങക്കായും തക്കാളിയും കൂടിയിട്ട് കറിയിലിട്ട് നല്ലോണം വേവിക്കുകയാണ്. ഒരു 5 മിനിറ്റോളം മതി. മുരിങ്ങക്കായും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ കറി ഒരുവിധം പാകമായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി നാളികേരവും ജീരകവും കൂടി അരച്ചെടുക്കാം. അപ്പോൾ നാളികേരവും ജീരകം കൂടി അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1/2 കപ്പോളം നാളികേരം ചിരകിയതും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ലോണം പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവന്നു. ഇനി നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ലോണം തിളപ്പിച്ചാൽ മതി കേട്ടോ. ഈ സമയത്ത് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം. മിക്സി കഴുകിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും എത്ര കൺസിസ്റ്റൻസി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തു. അപ്പോൾ നമ്മുടെ കറി നല്ലോണം തിളച്ചു. 2 മിനിറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇനി കറി വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം വറ്റൽമുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ 1 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു. ഉലുവ നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് 1 സ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ആ കറിവേപ്പില നല്ലോണം മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി ചുഴട്ടിയിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിയുടെ മീതെ കൂടെ നമ്മൾ വറവ് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ കറി തയ്യാറായി. നല്ല സ്വാദുള്ള കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള കറിയല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും കമൻറ്റ്സ് എഴുതണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്